നമസ്കാരം. ബീന സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷിമൊഴി എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കഥയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിൽ മഞ്ഞുമല എന്ന മലയോര ഗ്രാമത്തിലെ പഴയ ഒരു ഇരുനില വീടായിരുന്നു വൈശാഖം. അവിടെ ഒറ്റയ്ക്കായിരുന്നു 78 വയസ്സുള്ള ഗോവിന്ദൻ മാസ്റ്റർ എന്ന റിട്ടയർഡ് അധ്യാപകൻ താമസിച്ചിരുന്നത്. ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. മക്കൾ രണ്ടുപേരും വിദേശത്തും ആയിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ബഹുമാനമുള്ളൊരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു മഴയുള്ള രാത്രി ഗ്രാമം മുഴുവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയം ഇരുളിൻ്റെ മറവിൽ നിശബ്ദമായി ഗോവിന്ദൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് ഒരാൾ നീങ്ങുകയായിരുന്നു. അവൻ്റെ പേര് രവി. ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു കള്ളനാണ് അയാൾ. കുറച്ചകലെ നിന്നാണ് അയാൾ വന്നത്. ഈ വീട്ടിലൊരു വയോധികൻ മാത്രമാണെന്നും പണവും സ്വർണവും കിട്ടുമെന്നുമുള്ള വിവരം ലഭിച്ചിട്ടാണ് അവൻ അവിടെ എത്തിയത്. വീടിൻ്റെ പിന്നിലെ മതിൽ ചാടി അവൻ അകത്ത് കയറി. പക്ഷേ അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ വീട്ടിനുള്ളിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ആരോ ഉച്ചത്തിൽ തർക്കിക്കുകയായിരുന്നു. രവി ഇരുട്ടിൽ ഒളിച്ചു നിന്നു. ജാലകത്തിൻ്റെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അവിടെ വൃദ്ധനും ഒരു യുവാവും തമ്മിൽ കടുത്ത വാക്കേറ്റം നടക്കുകയാണ്. എനിക്കിനിയും പണം തരാൻ കഴിയുകയില്ല, വൃദ്ധൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനും കഴിയില്ല. യുവാവിൻ്റെ ശബ്ദത്തിൽ വലിയ ഭീഷണിയുണ്ടായിരുന്നു. അടുത്ത നിമിഷം കാര്യങ്ങൾ നിയന്ത്രണം വിട്ടു. യുവാവ് മേശപ്പുറത്തിരുന്ന് വെങ്കല വിളക്കെടുത്ത് ഗോവിന്ദൻ മാസ്റ്ററുടെ തലക്കടിച്ചു. മാസ്റ്റർ നിലത്തേക്ക് വീണു. അയാൾ വീണ്ടും വീണ്ടും അടിച്ചു. ചലനം നിലച്ചപ്പോൾ യുവാവ് ഭയന്ന് ചുറ്റും നോക്കി. പിന്നീട് അലമാരകൾ തുറന്ന് മലർത്തിയിട്ട് സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. എന്തൊക്കെയോ ബാഗിലാക്കുന്നത് കണ്ടു. മോഷണം നടക്കുന്നത് പോലെ തോന്നിച്ചു. ഇതെല്ലാം രവി ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ശ്വാസം അടക്കി പിടിച്ച് കണ്ടു. അവൻ്റെ ശരീരം വിറച്ചു. അയാൾ ജീവിതത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കൊലപാതകം നേരിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഉടനെ തന്നെ യുവാവ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. മഴ തകർത്ത് പെയ്യുകയായിരുന്നു. പേടിച്ച് വിറച്ചുകൊണ്ട് രവി അവിടെ നിന്ന് കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ ഓടി ഇരുട്ടിൽ രക്ഷപ്പെട്ടു. രാവിലെ ആ ഗ്രാമം ഞെട്ടി. വീട്ടിലെ പണിക്കാരി പിറ്റേന്ന് എത്തിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവർ ഉറക്കെ നിലവിളിച്ചു. ഓരോരുത്തരായി ആളുകൾ അറിഞ്ഞറിഞ്ഞ് അവിടെ എത്തി. പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. വീട്ടിൽ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ആദ്യം സംശയം മോഷണത്തിനിടെയുണ്ടായ കൊലപാതകത്തിലേക്കായിരുന്നു. അന്വേഷണം പല ദിശകളിലേക്ക് നീങ്ങി. ഒരു തുമ്പും കിട്ടാതെ പോലീസ് വലയുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ഒരാൾ പറഞ്ഞു, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രവി ആയിരുന്നു അത്. സ്റ്റേഷനിലിരുന്ന എല്ലാവരും എന്താണ് വിവരമെന്ന് ചോദിച്ചു. ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ മരണം നേരിട്ട് കണ്ടു. സ്റ്റേഷനിലിരുന്ന എല്ലാവരും അത് വിശ്വസിച്ചില്ല. നീ എന്തിനായിരുന്നു അവിടെ പോയത്? ഇൻസ്പെക്ടർ ദേഷ്യത്തോട് ചോദിച്ചു. രവി തല താഴ്ത്തി. സാർ, ഞാൻ അവിടെ മോഷ്ടിക്കാൻ പോയതായിരുന്നു. മുറിയിൽ ചിരി പടർന്നു. പക്ഷേ അവൻ പറഞ്ഞ വിവരങ്ങൾ അത്ര കൃത്യമായിരുന്നു. കൃത്യം ചെയ്ത കൊലയാളികളുടെ വസ്ത്രത്തിൻ്റെ നിറം, അവൻ കൊലയ്ക്ക് ഉപയോഗിച്ച വെങ്കല വിളക്ക്, വാക്കേറ്റത്തിനിടെ പറഞ്ഞ ചില വാചകങ്ങൾ, എല്ലാ മൊഴികളും സംഭവസ്ഥലത്തെ തെളിവുകളും എല്ലാം ഒത്തുപോകുന്നു. അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞു. ഒടുവിൽ പിടിയിലായത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ബന്ധുവായ മനോജ് എന്ന യുവാവായിരുന്നു. മക്കൾ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളാണ് മനോജ്. വർഷങ്ങളായി മാസ്റ്ററിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടിരുന്ന ഇയാൾ കൂടുതൽ കടബാധ്യതകൾ തീർക്കാനായി വീണ്ടും പണം ചോദിക്കാൻ വന്നതായിരുന്നു ആ രാത്രി. അന്ന് രാത്രി പണം ചോദിച്ച് തർക്കം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കോടതിയിൽ രവി പ്രധാന സാക്ഷിയായി. മനോജിൻ്റെ അഭിഭാഷകൻ രവിയോട് പരിഹാസരൂപേണ പറഞ്ഞു, ഒരു കള്ളൻ്റെ മൊഴി വിശ്വസിക്കാമെന്നാണോ പറയുന്നത്? രവി ശാന്തനായി മറുപടി പറഞ്ഞു, സാർ, ഞാനൊരു കള്ളനാണ്. അതിന് ശിക്ഷ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു കൊലയാളിയല്ല. ഞാൻ കണ്ടത് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു നിസ്സഹായനായ മനുഷ്യനെ നിഷ്കരുണം കൊല്ലുന്നതാണ്. അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി.
ആ രംഗം നേരിട്ട് കണ്ട എനിക്ക് ഇതുവരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ വാക്കുകൾ കോടതിയെ നിശബ്ദമാക്കി. മൊഴി മാറ്റാനായി മനോജിൻ്റെ വക്കീൽ രവിക്ക് കോടികൾ വാഗ്ദാനം ചെയ്തു. പുതിയ വീടും വാഗ്ദാനം ചെയ്തു. എന്നിട്ടും തൻ്റെ മൊഴി മാറ്റാതെ അയാളെ ഗുണ്ടകളെ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടും രവി സത്യസന്ധമായി സാക്ഷിമൊഴിയിൽ ഉറച്ചു നിന്നു. പോലീസിൻ്റെ മറ്റ് തെളിവുകളോടൊപ്പം രവിയുടെ മൊഴിയും നിർണായകമായി. കൊലയാളിക്ക് ജീവപര്യന്തം കഠിന ശിക്ഷ ലഭിച്ചു. നിയമത്തിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ അയാളൊരു കള്ളനായിരിക്കാം, എന്നാൽ മനസാക്ഷിയുടെ കോടതിയിൽ അയാളൊരു പുണ്യവാളനാണ്. കോടതി വിധി പ്രസ്താവനയെ നടത്തുമ്പോൾ ന്യായാധിപൻ കൂട്ടിച്ചേർത്തു. വിധി പ്രസ്താവനയ്ക്ക് ശേഷം കോടതി മുറിക്ക് പുറത്ത് ഒരു പ്രവർത്തകൻ രവിയോട് ചോദിച്ചു, ആ രാത്രി അവിടെ നിന്ന് ഓടിപ്പോയി മിണ്ടാതിരുന്നാൽ ഈ പുലിവാലൊന്നും നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് സാക്ഷിയായത്? രവി ഒരു ചെറുപുഞ്ചിരിയോട് പറഞ്ഞു, ആ രാത്രി ഞാൻ അവിടെ മോഷ്ടിക്കാൻ പോയി എന്നത് ശരിയാണ്. പക്ഷേ ഒരു നിരപരാധിയുടെ മരണത്തിന് ശേഷം ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ കള്ളനിൽ നിന്ന് ഒരു കൊലയാളി കൂടി ആയി മാറും. അത് എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. ഇഷ്ടമായോ കഥ? ഇനി അടുത്ത കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.